ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക യാത്രകൾക്ക് മുൻപും അതിന് ശേഷവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി എത്തിയിരുന്ന മേരി മേജർ ബസിലിക്കയുടെ മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ ബസിലിക്കയ്ക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാലസ് പോപ്പുലി മാതാവിൻ്റെ ആ ഒരു ചിത്രം അത് വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു ചിത്രമാണ്. നിരവധി പ്രത്യേകതകൾ ആ ചിത്രത്തിനുണ്ട്. പലപ്പോഴും മാർപ്പാപ്പ ആ ചിത്രത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായി മാറിയിരുന്നു. തൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ ബസിലിക്കയ്ക്കുള്ളിലാണ്, മാതാവിൻ്റെ മടിത്തട്ടിലാണ്. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസച്ചനുണ്ട്. ആ സാലസ് പോപ്പുലി മാതാവിൻ്റെ ആ ഒരു ഐക്കൺ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രാധാന്യത അച്ഛൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അച്ഛാ, വളരെ ഒരു നവ്യമായിട്ടുള്ളൊരു ആത്മീയ അനുഭവമാണ് നമ്മൾ ആ സാലസ് പോപ്പുലി മാതാവിൻ്റെ ആ ഒരു ചിത്രം സ്ഥിതി ചെയ്യുന്ന ആ ചാപ്പലിനുള്ളിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത്. എന്തെല്ലാം പ്രത്യേകതകളാണ് ആ ഒരു ചിത്രത്തിനുള്ളത്? റോമിലെ 4 പേപ്പൽ ബസിലിക്കകളിൽ ഒന്നായ മേരി മേജർ ബസിലിക്കയിലെ പൗളൈൻ ചാപ്പലിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ തന്നെ ജോൺ പോൾ II മാർപ്പാപ്പയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും ഒക്കെ തങ്ങളുടെ യാത്രകൾക്ക് മുമ്പും ശേഷവും വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ മാതാവിൻ്റെ ചാപ്പലിൻ്റെ തൊട്ടടുത്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പൗളൈൻ ചാപ്പൽ എന്ന് ആ ചാപ്പലിന് പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പോൾ V മാർപ്പാപ്പയുടെ കാലത്ത് കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്. അദ്ദേഹം കത്തോലിക്കാ സഭയെ നയിച്ചിരുന്നത് 1605 മുതൽ 1621 വരെയാണ്. അപ്പോൾ 1605 മുതൽ 1611 വരെ 6 വർഷങ്ങൾ കൊണ്ടാണ് ആ ചാപ്പൽ നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അതിന് പൗളൈൻ ചാപ്പൽ എന്ന് പേര് വരുന്നത്. ഇനി അവിടെ ഉള്ള പരിശുദ്ധ അമ്മയുടെ ഐക്കൺ അതറിയപ്പെടുന്നത് സാലൂസ് പോപ്പുലി റൊമാനി, അതായത് റോമിൻ്റെ രക്ഷകയായ പരിശുദ്ധ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഐക്കണിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യമ നൂറ്റാണ്ടിലെ ബൈസന്റൈൻ ചിത്രകലയാണെന്നുള്ളതും അത് സേദാർ മരത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഈ പേര് വരാൻ, സാലൂസ് പോപ്പുലി റൊമാനി എന്ന പേര് വരാനുള്ള കാരണം അത് മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത്, അത് 6-ാം നൂറ്റാണ്ടിലാണ്, ഇവിടെ ഈ റോമിൽ ആകമാനം പ്ലേഗ് പടർന്നു പിടിക്കുകയുണ്ടായി. അത് ഒരു മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ മാർപ്പാപ്പ ഈ മാതാവിൻ്റെ ഐക്കണുമായിട്ട് റോമ നഗരത്തിലൂടെ പ്രദക്ഷിണം നടത്തുകയും ആ പ്രദക്ഷിണങ്ങൾക്കൊടുവിൽ ഇവിടുത്തെ ആ മഹാമാരി കുറയുകയും പതിയെ അത് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഈ റോമിലെ ആൾക്കാർ ഉറച്ചു വിശ്വസിച്ചു അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത്. അന്നു മുതലേ പരിശുദ്ധ അമ്മയുടെ, ഇവിടെയുള്ള പരിശുദ്ധ അമ്മയുടെ ഈ ഐക്കണോട് വലിയൊരു ഭക്തി പ്രചരിക്കുകയും ധാരാളം ആളുകൾ വണങ്ങാനായിട്ട് ഇവിടെ പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിനായിട്ട് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത്, അത് 16-ാം നൂറ്റാണ്ടിലാണ്, 16-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തായിട്ട് ഇവിടെ ലെപ്പാന്തോ വാർ എന്ന് പറയുന്ന, ബാറ്റിൽ ഓഫ് ലെപ്പാന്തോ എന്ന് പറയുന്ന യുദ്ധം നടക്കുകയുണ്ടായി. അപ്പോൾ റോം പിടിച്ചടക്കാൻ വന്ന ശത്രുനിരയുടെ മുന്നിലേക്ക് മാർപ്പാപ്പ ധൈര്യസമേതം ഈ ഐക്കണുമായിട്ട് കടന്നു ചെല്ലുകയും തുടർന്ന് ആ യുദ്ധം റോം വിജയിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അതും റോമിൻ്റെ രക്ഷകയായ മറിയം എന്ന പേര് ചിരപ്രതിഷ്ഠ നേടാനായിട്ട് ഇടയായി. പിന്നീടാണ് നമ്മൾ കാണുന്നത് ജോൺ പോൾ, സഞ്ചാരിയായ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന ജോൺ പോൾ II മാർപ്പാപ്പ തൻ്റെ എല്ലാ വിദേശ പര്യടനങ്ങൾക്ക് മുമ്പും അതിനുശേഷവും ഈ ഐക്കണിന് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയ്ക്ക് കൃതജ്ഞത പറയുകയും ചെയ്യുന്നുണ്ട്. ഈ പതിവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് ഈ പതിവ് കൂടുതൽ ലോക ശ്രദ്ധ നേടി. 47ഓളം വിദേശ യാത്രകളാണ് ഔദ്യോഗികമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൂടാതെ ഏതാണ്ട് 126 തവണയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ എത്തിയിട്ടുള്ളതെന്നാണ് ഇവിടുത്തെ അഡ്ജുറ്റർ കാർഡിനൽ നമ്മളോട് പറഞ്ഞത്. 127ാമത്തെ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ എത്തുകയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു. ഇതാണ് ഈ മേരി മേജർ ബസിലിക്കയിലെ പൗളൈൻ ചാപ്പലിലുള്ള സാലൂസ് പോപ്പുലി റൊമാനി എന്ന് പറയുന്ന ഐക്കണിൻ്റെ ഒരു പ്രാധാന്യം.